ShynzYarnArt. എൻ്റെ പേര് ഷൈനി. കഴിഞ്ഞ 2 വീഡിയോയിലും നമ്മൾ നോക്കിയത് ക്രൂഷേ ടൂൾസിനെ കുറിച്ചും ക്രൂഷേ യാൺസിനെ കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ ക്രൂഷേ സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ക്രൂഷേയിൽ 5 ബേസിക് സ്റ്റിച്ചസ് ഉണ്ട്. ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രൂഷേ, ഹാഫ് ഡബിൾ ക്രൂഷേ, ഡബിൾ ക്രൂഷേ ആൻഡ് ട്രിപ്പിൾ ക്രൂഷേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2 സ്റ്റിച്ചസ് ആണ്, ചെയിൻ സ്റ്റിച്ച് ആൻഡ് സിംഗിൾ ക്രൂഷേ. ഇത് കൂടാതെ സ്ലിപ്പ് സ്റ്റിച്ച് ആൻഡ് സ്ലിപ്പ് നോട്ട് കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് സ്ലിപ്പ് നോട്ട് കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് പഠിക്കണം. സ്ലിപ്പ് നോട്ട് പഠിച്ചാൽ മാത്രമേ ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രൂഷേ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്ലിപ്പ് നോട്ടാണ്. സ്ലിപ്പ് നോട്ട് പഠിച്ചാൽ മാത്രം തന്നെ സിംഗിൾ ക്രൂഷേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സ്റ്റിച്ചസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഹോൾഡ് ചെയ്യുന്ന രീതി വരെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഹോൾഡ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചസ് പഠിക്കാൻ പോവാം. ക്രൂഷേ സ്റ്റിച്ച് ഇടാൻ വേണ്ടി ആദ്യം വേണ്ടത് യാൺ. ഞാൻ എടുത്തിരിക്കുന്നത് 4-ply യാണാണ്. പിന്നെ വേണ്ടത് ഹുക്ക് 5 mm സൈസാണ്. സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം യാൺ ഇങ്ങനെ എടുക്കണം. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ വരുന്നത് ടെയിൽ സൈഡാണ്, റൈറ്റ് ഹാൻഡിൽ വരുന്നത് വർക്കിംഗ് സൈഡാണ്. ഫസ്റ്റ് ബേസിക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ച് ഓർ ഫൗണ്ടേഷൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് ഇട്ടാൽ മാത്രമേ നമുക്ക് സിംഗിൾ ക്രൂഷേ, ഡബിൾ ക്രൂഷേ, ട്രിപ്പിൾ ക്രൂഷേ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ സ്ലിപ്പ് നോട്ട് ഇടാനാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് സ്ലിപ്പ് നോട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം യാൺ ഇങ്ങനെ പിടിക്കണം. ഈ കുറച്ച് യാൺ വിട്ട് വേണം എടുക്കാൻ. ഈ തുമ്പിയിൽ നിന്നൊന്നും പോയി എടുക്കല്ലേ കേട്ടോ, അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് സ്റ്റിച്ച് റിമൂവ് ആയി പോവും, അതിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് യാൺ കുറച്ച് വിട്ട് വേണം സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കുറച്ച് യാൺ ഇത്രത്തോളം വിട്ടിട്ട് റൈറ്റ് സൈഡിലുള്ള യാണിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത് വന്ന് ടെയിൽ സൈഡ്, ഇത് വന്ന് വർക്കിംഗ് സൈഡ്. ഈ റൈറ്റ് സൈഡിലോട്ട് വരുന്ന, അതായത് വർക്കിംഗ് സൈഡിലുള്ള വർക്കിംഗ് യാണിനെ പുറകിലോട്ട് ഈ ഹോളിൻ്റെ പുറകിലോട്ട് കൊണ്ടുപോകണം. പുറകിലോട്ട് കൊണ്ടുപോയിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഈ യാണിനെ വലിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു നോട്ട് വീഴുന്നു. ഇതാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ക്രൂഷേ ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലിപ്പ് നോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇതിൻ്റെ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ഹുക്ക് എടുത്തിട്ട് ഹുക്കിനെ ഈ ഹോളിൽ കൂടി ഉള്ളിലോട്ട് ഇടണം. ഇട്ടിട്ട് ഈ 2 വർക്കിംഗ് സൈഡും ടെയിൽ സൈഡും ഉണ്ടല്ലോ, ഈ 2 സൈഡിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി, ടൈറ്റ് ആയിക്കോളും. ഇനി ഈ ടെയിൽ സൈഡിന് അങ്ങനെ വിട്ടേക്ക്. ഇനി ഈ ടെയിൽ സൈഡ് നമുക്ക് ആവശ്യമുള്ളതല്ല. അതിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ടെയിൽ യാൺ നീഡിൽ കൊണ്ട് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. ഇനി ഈ ടെയിൽ യാൺ നമുക്ക് ആവശ്യമുള്ളതല്ല, ലാസ്റ്റ് നമുക്ക് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ടെയിൽ യാൺ അങ്ങനെ വിട്ടേക്കൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെല്ലാം ഈ വർക്കിംഗ് സൈഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വർക്കിംഗ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർക്കിംഗ് സൈഡിലാണ് നമ്മളിനി ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ക്ലിയർ ആയല്ലോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച് ഓർ ഫൗണ്ടേഷൻ സ്റ്റിച്ച്. ഓക്കെ, അതിന് മുന്നേ തന്നെ യാൺ ഹോൾഡ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. സ്മോൾ ഫിംഗർ വഴി ഇങ്ങനെ റൗണ്ട് ചെയ്ത് മിഡിൽ ഫിംഗറിനും ഇൻഡെക്സ് ഫിംഗറിനും ഇടയിൽ കൂടി കൊണ്ടുപോയിട്ട് ഇൻഡെക്സ് ഫിംഗറിൻ്റെ മുകളിൽ കൂടി യാണിനെ എടുത്ത് താഴോട്ട് കൊണ്ടുവന്ന് തമ്പ് ആൻഡ് മിഡിൽ ഫിംഗർ യൂസ് ചെയ്ത് യാണിനെ പിടിക്കും. ഇങ്ങനെയാണ് യാൺ ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും, നമുക്ക് വർക്ക് ചെയ്യാനും ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിച്ചു, യാൺ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതും പഠിച്ചു. കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചെയിൻ ഓർ ഫൗണ്ടേഷൻ സ്റ്റിച്ച് ഇടാൻ പോവുകയാണ്. ഫസ്റ്റ് ലൂപ്പ് ഉണ്ടാക്കണം. ഹുക്കിനെ ഇങ്ങനെ പിടിക്കണം. ഹുക്കിനെ ഈ യാണിൻ്റെ അടിയിൽ കൂടി എടുക്കണം. എടുത്തിട്ട്
ഈ ലൂപ്പിൻ്റെ അകത്തൂടി ഇങ്ങനെ വലിച്ച് ഉള്ളിലോട്ട് വലിച്ച് ഈ ലൂപ്പിൻ്റെ അകത്തൂടി പുറത്തെടുക്കണം. ചെയിൻ സ്റ്റിച്ചാണ്. ഓക്കെ, എങ്ങനെ ഞാൻ കാണിച്ചു തരാം ഒരിക്കൽ കൂടി. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി എടുത്ത് ആ യാണിനെ വലിച്ച് ഈ ലൂപ്പിൻ്റെ അകത്തൂടി ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ സെക്കൻഡ് ചെയിനായി. അതായത് പിന്നെ യാണിൻ്റെ അടിയിൽ കൂടി എടുത്തിട്ട് ഇങ്ങനെ വലിക്കണം. വലിച്ച് ഈ ലൂപ്പ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോസപ്പിൽ കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വലിച്ച് എടുത്ത് പുറത്ത് കൊണ്ടുവരണം. 3 ചെയിൻ സ്റ്റിച്ചായി. ചെയ്തോളൂ, നിങ്ങളും കൂടി ചെയ്ത് നോക്കിക്കോളൂ. എങ്ങനെയാ യാണിനെ അടിയിൽ കൂടി എടുത്ത് ഇങ്ങനെ വലിച്ച് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. മനസ്സിലായോ? യാണിനെ അടിയിൽ കൂടി എടുക്കുക, വലിച്ച് ലൂപ്പിൻ്റെ പുറത്തുകൂടി കൊണ്ടുവരണം. യാണിൻ്റെ അടിയിൽ കൂടി എടുത്ത് യാണിനെ ഇങ്ങനെ വലിച്ച് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ട് പുറത്ത് വരണം. ഇതാണ് ചെയിൻ സ്റ്റിച്ച് കേട്ടോ. മനസ്സിലായോ ചെയിൻ സ്റ്റിച്ച് ഇടാനായിട്ട്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞു. സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ യാണിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഹുക്കിൽ ഹോൾഡായി നിൽക്കുന്നില്ലേ ലാസ്റ്റ് ലൂപ്പ്, അതിനെ ഇങ്ങനെ പുറത്താക്കിയാൽ മതി. പുറത്താക്കി ഇവിടെ ഒരു നോട്ട് ഇട്ട് അതിങ്ങനെ വലിച്ചാൽ അതൊരു നോട്ടായി വിടുന്നോളൂ. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. നെക്സ്റ്റ് ബേസിക് സ്റ്റിച്ച് സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ചും ചെയ്തിട്ടാണ് സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഇടാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യാണിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. വർക്കിംഗ് സൈഡിനെ പുറകിലോട്ട് കൊണ്ടുപോയി ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി വലിച്ച് പുറത്തെടുക്കുക. സ്ലിപ്പ് നോട്ട് ഹുക്കിനെ എടുത്ത് ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. ഹുക്ക് ടൈറ്റായി. സിംഗിൾ ക്രോഷേ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് ചെയിൻ സ്റ്റിച്ചാണ്. ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഹുക്കിനെ യാണിൻ്റെ പുറകിലോട്ട് കൊണ്ടുപോയി വലിച്ച് ഉള്ളിലോട്ടാക്കി ലൂപ്പ് ഉണ്ടാക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തു. നമ്മൾ സിംഗിൾ ക്രോഷേ ഇടാൻ തുടങ്ങാം. സിംഗിൾ ക്രോഷേ ഇടുന്നതിന് മുന്നേ നമ്മൾ സ്റ്റിച്ച് കൗണ്ട് ചെയ്യണം. സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ആവുന്നത് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ്. അതായത് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ നിന്നാണ് സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ആവുന്നത്. സ്റ്റിച്ച് കൗണ്ടിങ് ചെയ്യുന്നത് കൺഫ്യൂസ് ആകുന്നതാണ്. ഇതാണോ സ്റ്റാർട്ടിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ് ആകും. സ്റ്റിച്ച് കൗണ്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്, ഒരിക്കലും ഇത് കൗണ്ട് ചെയ്യല്ലേ. ഈ ലൂപ്പ് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ ലൂപ്പ്, അതായത് ഹുക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന ലൂപ്പ് കൗണ്ട് ചെയ്യാൻ പാടില്ല. ഹുക്കിനിൽ നിന്നും തുടങ്ങുന്ന ലൂപ്പാണ്, അതായത് ഹുക്ക് ഹോൾഡ് ചെയ്യുന്ന ലൂപ്പ് തുടങ്ങുന്നത് ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇതാണ് സ്റ്റാർട്ടിങ് ലൂപ്പ്, സ്റ്റാർട്ടിങ് സ്റ്റിച്ച് ഇതാണ്. അപ്പോൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ 1 2 3 4 5 ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിങ് ലൂപ്പ്. 1 2 3. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷേ ഇടുന്നതിന് മുന്നേ നമുക്ക് കൗണ്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിൽ നിന്ന് വേണം സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് വേണം നമുക്ക് സിംഗിൾ ക്രോഷേ ഇട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ 1
2. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യണം. ഇതുപോലെ ഹുക്കിനെ സെക്കൻഡ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്തിട്ട് ഹുക്കിനെ യാണിൻ്റെ മുകളിൽ കൂടി കൊണ്ടുപോയി യാണിനെ ഇതുപോലെ വലിച്ച് ചെയിൻ സ്റ്റിച്ചിനുള്ളിലോട്ട് വലിച്ച് പുറത്തെടുക്കണം. ഇപ്പോൾ ഹുക്കിൽ 2 ലൂപ്സ് ഉണ്ട്. 1, 2 ലൂപ്സ് ഉണ്ട്. അതങ്ങനെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി യാണിനെ വലിച്ച് 2 ലൂപ്പിനുള്ളിൽ കൂടിയും വലിച്ച് പുറത്തെടുക്കണം. ഇതുപോലെ വലിച്ച് പുറത്തെടുക്കണം. ഇതാണ് സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. ഹുക്കിനെ ഇതുപോലെ ചെയിൻ സ്റ്റിച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഹുക്കിനെ യാണിൻ്റെ മുകളിൽ കൂടി കൊണ്ടുപോയിട്ട് യാണിനെ വലിച്ച് ലൂപ്പിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. അതായത് സ്റ്റിച്ചിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. ഇപ്പോൾ 1, 2 ലൂപ്സ് ഹുക്കിലുണ്ട്. വീണ്ടും ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി യാണിനെ വലിച്ച് 2 ലൂപ്സിനുള്ളിൽ കൂടി വലിച്ച് പുറത്ത് കൊണ്ടുവരണം. ഇതാണ് സിംഗിൾ ക്രോഷേ. മനസ്സിലായോ? അടുത്ത സിംഗിൾ ക്രോഷേ നമുക്ക് ചെയ്യാം. ഹുക്കിനെ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഈ യാണിൻ്റെ മുകളിൽ കൂടി ഹുക്കിനെ കൊണ്ടുപോവുക. യാണിനെ ഇങ്ങനെ വലിച്ച് ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ യാണിനെ വലിച്ച് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുവന്ന് അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാകും. പിന്നെ ഈ ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് യാണിനെ വലിച്ച് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും കൊണ്ടുവരിക. ഇതാണ് സിംഗിൾ ക്രോഷേ. മനസ്സിലായോ? നമുക്കിനി അടുത്ത് ചെയ്യാം. ഹുക്കിനെ ഉള്ളിൽ കൂടി കൊണ്ടുപോവുക. യാണിൻ്റെ മുകളിൽ കൂടി ഹുക്കിനെ കൊണ്ടുപോയി യാണിനെ വലിച്ച് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. 2 ലൂപ്പ് ഹുക്കിലുണ്ടാകും. എന്നിട്ട് യാണിൻ്റെ അടിയിൽ കൂടി ഹുക്കിനെ കൊണ്ടുപോയി യാണിനെ വലിച്ച് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും എടുക്കണം. സിംഗിൾ ക്രോഷേ ഇനി കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തോളൂ. നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുത്ത് വീണ്ടും ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി യാണിനെ വലിച്ച് പുറത്തെടുക്കണം. ഇതാണ് സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ചസ് ഇങ്ങനെ ആയിരിക്കും കാണാനായിട്ട്. ആണ് സിംഗിൾ ക്രോഷേ. ഇനി നമുക്ക് അടുത്ത റോ. ഇത് റോ 1. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഫൗണ്ടേഷൻ ചെയിനാണ്, ചെയിൻ സ്റ്റിച്ചാണ്. അതിൻ്റെ പുറത്ത് ചെയ്തതാണ് സിംഗിൾ ക്രോഷേ. അതാണ് റോ 1. ഇനി റോ 2. അടുത്ത റോയിലോട്ട് പോകാനായിട്ട് ചെയിൻ 1 ഒരു ചെയിൻ സ്റ്റിച്ച് ഇടണം. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഇങ്ങനെ ടേൺ ചെയ്തെടുക്കണം നെക്സ്റ്റ് റോ ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ചെയിനിനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ വീണ്ടും ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വേണം
ഇടാനായിട്ട്. ഈ 2 ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടി കൊണ്ടുപോയിട്ട് സെയിം അതേ പാറ്റേൺ തന്നെയാണ്, അതേ രീതിയിൽ തന്നെയാണ് അത് ചെയ്യാൻ പോകുന്നത്. ഉള്ളിൽ കൊണ്ടുപോയിട്ട് യാണിൻ്റെ മുകളിൽ കൂടി ഹുക്കിനെ കൊണ്ടുപോയി യാണിനെ വലിച്ചെടുത്തിട്ട് 2 ലൂപ്പ് ഹുക്കിലുണ്ടാകും. യാണിൻ്റെ അടിയിൽ കൂടി ഹുക്കിനെ കൊണ്ടുപോയി വലിച്ച് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവരണം. ഫസ്റ്റ് സ്റ്റിച്ച്. ഇനി അടുത്ത യാണിനെ ഉണ്ടോ ഇങ്ങനെ വലിച്ച് ഉള്ളിൽ കൂടി ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണം. 2 ലൂപ്പ് ഉണ്ടാകും ഹുക്കിൽ. അടുത്ത യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ഇങ്ങനെ വലിച്ച് പുറത്ത് കൊണ്ടുവരും. ഇതാണ് സിംഗിൾ ക്രൂഷ്യ. ഇതുപോലെ തന്നെയാണ് അടുത്ത റോ കൗണ്ട് ചെയ്യുമ്പോൾ ചെയിൻ ഓൺ ഇട്ട് വർക്ക് ടേൺ ചെയ്തിട്ട് ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര റോ വേണോ അതുവരെ കണ്ടിന്യൂ ചെയ്യാം. ഈ സിംഗിൾ ക്രൂഷ്യ മാത്രം ഉപയോഗിച്ച് തന്നെ നമുക്ക് ഷോൾസ്, ടേബിൾ മാറ്റ്, ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സ്റ്റിച്ച് എത്തുമ്പോൾ ഈ ലാസ്റ്റ് സ്റ്റിച്ചും വിടാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ എടുത്ത് സിംഗിൾ ക്രോഷ്യ ഇടണം. അപ്പോൾ ഇങ്ങനെ വരും, സ്റ്റിച്ച് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി റോ 3 ചെയ്യണമെങ്കിൽ ചെയിൻ 1 ഇട്ട് ടേൺ ചെയ്ത് സെയിം പാറ്റേൺ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇതാണ് സിംഗിൾ ക്രോഷ്യ. നമുക്ക് ഈ ഇതോടെ മതിയെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇടണം. ചെയിൻ ഇട്ടിട്ട് ഈ ചെയിനിനെ ഈ യാണിനെ ഫുള്ളായിട്ട് വലിച്ച് ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അവിടെ അത് സെക്യൂർ ആയിരുന്നോളും. ഇതാണ് സിംഗിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ പഠിച്ചു സ്ലിപ്പ് നോട്ട്, ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ. ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും സ്റ്റിച്ചസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. സ്റ്റിച്ചസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ, നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ പെർഫെക്ഷൻ വരില്ല, കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് അതെല്ലാം ശരിയായിക്കോളും. ഈസിയാണ്, ക്രോഷ്യ പഠിക്കാൻ വളരെ ഈസിയാണ്. നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് ഇരുന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.